പ്രിയമുള്ളവരെ, നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഇങ്ങനെ നമുക്കൊരു വേദി കിട്ടുന്നത് കേട്ടോ. അപ്പം ഈ ക്ലിപ്പിന്റെ പേരിൽ ഏവർക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. കാരണം നമ്മുടെ ഓരോ പരിപാടികളും അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലയളവിൽ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് നല്ല അവസരം കൊടുക്കുവാനും സ്പോർട്സിനും മറ്റു കലാപരിപാടികൾ അവതരിപ്പിച്ച് നല്ല വിജയകരമായി അവരെ മുമ്പോട്ട് വളർത്തിയെടുക്കാനുള്ള സന്മനസ് കാണിച്ചിരിക്കുന്ന ബേബി ജോൺ മെമ്മോറിയൽ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ഒന്നാമത് വാർഷികത്തിൽ എല്ലാ മെമ്പേഴ്സിനും പിന്നെ ഇപ്പോഴത്തെ എല്ലാ നിവാസികൾക്കും മേമലക്കാരൻ ഭരിച്ചുകൊണ്ട് എല്ലാ വിധമായിട്ടുള്ള പുതുവത്സര ആശംസകൾ നേർന്നുകൊള്ളുകയാണ്. ഓക്കെ, അടിപൊളി. കാരണം എന്താണെന്നറിയോ, നമ്മുടെ പൈതലിനെ വളർത്തിയെടുക്കേണ്ട കടമ മാതാപിതാക്കളായിരിക്കുന്ന ഇന്നത്തെ തലമുറകൾ. മുമ്പേ ഉള്ളവർ അങ്ങനെയല്ലായിരുന്നു. മുമ്പേ ഉള്ളവർക്ക് നമുക്ക് പേടിയും ഭയഭക്തിയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നത്തെ തലമുറ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ടിരിക്കുമ്പോൾ അവരെ വഴിതേറാനായിട്ട് നമ്മൾ വളരെയേറെ ബുദ്ധിമുട്ടാണ്. കാരണം അവരെ തേടണമെങ്കിൽ അവർ വേറെ എവിടെയെങ്കിലും പോയിക്കൊണ്ടിരിക്കും. ഇന്ന് അങ്ങനെയല്ല. എന്റെ കുഞ്ഞിനെ വളർത്തിയെടുക്കേണ്ടത് എന്നെ പോലെ ഉത്തരവാദിത്തമുണ്ട്. അപ്പൊ നിങ്ങളുടെ കുഞ്ഞുങ്ങളും അതുപോലെ ആക്കി എടുക്കണം, അതിനെ വളർത്തിയെടുക്കണം, അതിന് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത് നമ്മൾ ഓരോരുത്തരാണ്. അങ്ങനെയാണ് എന്റെ കുഞ്ഞിനെ മിമിക്രി ചെറിയൊരു പ്രോത്സാഹനം കൊടുത്തത്. ഓക്കെ, പോകാം. അപ്പം മേമലക്കാരൻ ബൈച്ചിന്റെ പൈതൽ അഭിനവ് ടി ജോഷിയുടെ മിമിക്രികൾ ചെറിയ നമ്മുടെ പരിസ്ഥിതി പ്രദേശത്തെ ചെറിയ പക്ഷികളും മൃഗങ്ങളും അങ്ങനെ സിനിമാ നടന്മാരുടെയും ഏതാണ്ട് സൗണ്ടുകളാണ് ഞങ്ങൾ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നത്. തെറ്റുകൾ കുറ്റങ്ങൾ ഉണ്ടെങ്കിൽ സദയം ക്ഷമിക്കുക. പ്രിപ്പയർ ആയിട്ടില്ല, കാരണം ഒത്തിരി വർഷങ്ങൾക്ക് ശേഷമാണ് മൈക്ക് പിടിക്കുന്നത്. ഓക്കെ, അതിൽ പോരായ്മകൾ കാണും അല്ലേ? ഓക്കെ, അപ്പം നമ്മള് പക്ഷികൾ കാണുമ്പോൾ നമുക്ക് ഏറ്റവും ഓടിയെത്തുന്നത് ആദ്യം നല്ല സ്വരമുള്ള കുയിലിന്റെ ശബ്ദമാണ്. കുയിലിന്റെ ശബ്ദം ഒന്ന് അവതരിപ്പിക്കാം. കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണം കേട്ടോ. കുറച്ചുകൂടി ഫ്രണ്ട് തന്നെ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കണേ. രണ്ടാമത് നമ്മുടെ നടനം. ഇന്ന് നമ്മുടെ കുട്ടികൾ ഡാൻസ് കളിച്ചു കേട്ടോ, മാതൃകയായിട്ട് കൃഷ്ണന്റെ പിള്ളേര്. കാരണം സഹോദര ബന്ധങ്ങൾ ഇപ്പം കാണപ്പെടാത്ത കാലയളവാണ്. അന്നേരത്തേക്ക് അവര് രണ്ടുപേരും ഇവിടെ നല്ല രീതിയിൽ ഡാൻസ് കളിച്ചു. അപ്പം ഡാൻസിന്റെ ഒരു മെയിൻ പക്ഷിയുണ്ട് നമ്മുടെ മയില് അല്ലെ? മയിലിന്റെ ശബ്ദം, മയിലിന്റെ ശബ്ദം അറിയാവോ? മയില്. ഓക്കെ, ശരി. വിഷു പക്ഷിയുടെ സൗണ്ട് അറിയാവോ? ഓക്കെ, അടിപൊളി. അങ്ങനെ കഴുതയുടെ ശബ്ദം അറിയാവോ? കഴുത. അതുപോലെ തന്നെ നമ്മുടെ മാസ്റ്റർ പീസ് ആയിരിക്കുന്ന കുതിരയുടെ സൗണ്ട്. കൊള്ളാം, അടിപൊളി. അതുപോലെ തന്നെ നമ്മുടെ പൂച്ചകളുടെ സൗണ്ട്. പൂച്ച. പൂച്ചയുടെ അതിന്റെ ചെറിയ പൂച്ചയുടെ ചെറിയ അങ്ങനെ പൂച്ച. നമ്മള് പൂച്ച ഉണ്ടല്ലോ, പൂച്ച ഇരിക്കുന്ന നേരത്താണല്ലോ നമ്മുടെ വീട്ടിൽ മീൻ വെട്ടിക്കൊണ്ടിരിക്കുന്ന നേരത്ത് രണ്ട് പൂച്ചകൾ തമ്മിൽ വരും അല്ലെ? അപ്പം ഒരു പൂച്ചനെ അസൂയം, മറ്റൊരു പൂച്ച മറ്റൊരു അസൂയം കാണിക്കും അല്ലെ? അതിന്റെ സൗണ്ട് കാണിക്കാം നമുക്ക്. നമ്മുടെ വീട്ടിൽ പട്ടികളുണ്ട് അല്ലെ? നാടൻ പട്ടിയുണ്ട്, മറ്റ് വിശിഷ്ട പല പല പട്ടികളുണ്ട്. ആ പട്ടികളുടെ പലതരം സൗണ്ടുകൾ അല്ലെ? ചെറിയ പട്ടി. അത് കഴിഞ്ഞ് പട്ടിയെ കല്ലെടുത്ത് എറിയാൻ പോവുകയാണ് കേട്ടോ. അത് കഴിഞ്ഞ് നമ്മുടെ ആടിന്റെ സൗണ്ട് ഒന്ന് അവതരിപ്പിക്കാൻ പറ്റുമോ? അടിപൊളി. നമ്മുടെ പശു പാല് കറക്കത്തില്ലേ, പാല്. അപ്പൊ നമ്മള് പശു പാല് കറക്കുമ്പോ സാധാരണ നമ്മുടെ വീട്ടിൽ ഇപ്പൊ ഓരോരുത്തരും പശു കൃഷി നടത്തിക്കൊണ്ടിരിക്കുന്നല്ലേ. അപ്പം സാധാരണ വീട്ടിൽ പശുവും അതുപോലെ പണക്കാരുടെ വീട്ടിൽ പശു പാല് കറക്കുന്നതിന് രണ്ട് വ്യത്യാസമുണ്ട് അല്ലെ? അപ്പൊ നമുക്ക് പാല് കറക്കാം. അപ്പൊ ആദ്യം സാധാരണ നമ്മുടെ പാവങ്ങൾ ഈ പശു പാല് കറക്കുന്നത് എങ്ങനെ? തീർന്ന്. ഓക്കെ, ഇത് പണക്കാരനാണെങ്കിൽ പിഴിഞ്ഞ് ഇഞ്ചായിട്ട് അതിന്റെ അകട് വരെ പറിച്ചെടുക്കും അല്ലേ? കാണോ?
അതിന്റെ ഏറ്റ അറ്റം തിരുവണേ. അങ്ങോട്ട് താഴെ വന്ന്. ഓക്കെ ആണല്ലോ. അടുത്തത് വീണ്ടും നമ്മുടെ പൈപ്പിൽ വെള്ളം. ഓക്കെ, പണ്ട് പൈപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ പൊക്കുന്നത്. ഇപ്പോഴത്തെ പൈപ്പിന്റെ ടാപ്പൊക്കെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ചീറ്റി പോകും. അപ്പൊ ഈ പൈപ്പിലെ വെള്ളം പണ്ടത്തെ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടാപ്പ് പൊക്കുന്ന പൈപ്പാ. അപ്പൊ അതിലിരുന്ന് വെള്ളം ഇറ്റ് വരും. ഓക്കെ, അത് കഴിഞ്ഞ് വീണ്ടും നമ്മുടെ സിനിമാ നടൻ ജനാർദ്ദനന്റെ സൗണ്ട് അറിയാവോ? ആ ജനാർദ്ദൻ സൗണ്ട് ഇത് കൊള്ളാം. അതുപോലെ പിന്നെ നമ്മുടെ പ്രേമളവരെ നമ്മുടെ ജാസി ഗിഫ്റ്റ് സൗണ്ട് ഒന്ന് ഇമിറ്റേറ്റ് ചെയ്യണേ. ഞാൻ ചെയ്യാം. ഓക്കെ, എന്റെ കള്ളകട കണ്ണിൽ ലജ്ജാവതിയ എന്റെ കള്ളകള കണ്ണിൽ താഴെ പോവോ താമര താഴോ മേറോ മാരിവില്ലോ വണ്ടൊരു മിന്നൽ നാട്ടെ തൊട്ടാടി പെൺമാനെ മനസ്സ് കൊണ്ടര കെട്ടിലെടുക്കുന്ന രാജാരാജനാണ് ലജ്ജാവതിയ എന്റെ കള്ളകട കണ്ണിൽ. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ മുൻ XMLA ബിജുമോളുടെ സൗണ്ട്. കാരണം ഒത്തിരി ദിവസമായി സൗണ്ട് എടുത്തിട്ട്. നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തിട്ടുള്ള, പ്രത്യേകിച്ച് ഈ ക്ലബിന്റെ ഭാരവാഹികൾക്ക് ഇവിടെ പങ്കെടുത്തിരിക്കുന്ന എല്ലാവർക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുത്തുകയാണ്. പരിപാടി നാളെയും അതുപോലെ തുടർന്ന് എല്ലാ പരിപാടി ഇതുപോലെ നല്ല രീതിയിൽ നടക്കുവാനായിട്ട് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മുടെ മാമുക്കോടെ സൗണ്ട്. അപ്പൊ നമ്മുടെ ഏറ്റവും അവസാനത്തെ പരിപാടി വൈൻഡപ്പ് ചെയ്യുകയാണ്. ചുമ്മാ ഒരു സന്തോഷത്തിൽ നമുക്ക് ഈ വേദി ഒരുക്കി തന്ന നിങ്ങൾക്ക് ഏവർക്കും ഹൃദയംഗമായ നന്ദി രേഖപ്പെടുന്നു. ജുറാസിക് പാർക്കിൽ ചെറിയ ട്രെയിലർ ഞാൻ ചെയ്യുകയാണ്. അത് കഴിഞ്ഞ് നമ്മുടെ പരിപാടി വൈൻഡപ്പ് ചെയ്യുന്നു. ഓക്കെ, റെഡിയല്ലേ? Jurassic Park. താങ്ക് യു. ഏവർക്കും ഹൃദയപരമായിട്ടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളുടെ ഈ പരിപാടി കഴിഞ്ഞു പോകും. ഏവർക്കും സുഖത്തിന് നേരുന്നു. അതുപോലെ തന്നെ ക്രിസ്തുമസ് ഈ പരിപാടിയിലും പുതുവത്സര ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.